നമസ്കാരം. ഏവർക്കും പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സുകളിലേക്ക് സ്വാഗതം. ഇന്ന് ജൂലൈ 28. അങ്ങനെ ഇന്ന് മാർക്കറ്റിൽ റേഞ്ച് ബൗണ്ടോട് കൂടിയിട്ടുള്ള കൺസോളിഡേഷന് ശേഷം 24,000 എന്ന സൈക്കോളജിക്കൽ ലെവലിന് താഴെയായിട്ട് ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും നെഗറ്റീവ് സെന്റിമെന്റ്സോട് കൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ട് വന്നു. കൂടാതെ ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിയുമായിരുന്നു. എന്തെല്ലാം കാരണങ്ങളാണ് ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ ഫ്ലാറ്റ് ആയിട്ട് വ്യാപാരം അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയതെന്ന് വിശദമായി തന്നെ നമുക്ക് ഈ വീഡിയോയിൽ പരിശോധിക്കുകയും ചെയ്യാം. ലീഡിംഗ് ആയ എല്ലാ ഇൻഡസ്ട്രീസുകളിലും സ്ലൈറ്റ്ലി നെഗറ്റീവ് ആയിട്ടുള്ള ഒരു ഓപ്പണിംഗ് ആയിരുന്നു ഇന്ന് ലഭ്യമായിരുന്നതും. എങ്കിലും നിഫ്റ്റിക്ക് ഇന്ന് 24,000 എന്ന സൈക്കോളജിക്കൽ ലെവൽ ഇൻട്രാഡേ ബേസിസിൽ മറികടക്കുവാനുമായിരുന്നു. മാത്രമല്ല ഇന്ന് നിഫ്റ്റിയിൽ വളരെ നാരോ ആയിട്ടുള്ള ട്രേഡിംഗ് റേഞ്ച് ആണ് ക്രിയേറ്റ് ചെയ്യപ്പെട്ടതും. ഏകദേശം 86 പോയിന്റുകളുടെ മൂവ്മെന്റ് മാത്രമേ ഇന്ന് നിഫ്റ്റിക്ക് നടത്തുവാനുമായുള്ളൂ. തുടർന്ന് ഫ്ലാറ്റായിട്ട് 10 പോയിന്റുകളുടെ നഷ്ടത്തോടുകൂടി നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ സെൻസെക്സിന് 69 പോയിന്റുകളുടെയും ബാങ്ക് നിഫ്റ്റിക്ക് 331 പോയിന്റുകളുടെ ഇടിവും നേരിടേണ്ടതായിട്ട് വന്നു. അതേസമയം ബോർഡർ മാർക്കറ്റ്സിൽ നിന്നും മിക്സ്ഡ് ആയിട്ടുള്ള സെന്റിമെന്റ്സ് ആണ് കാണുവാനായിട്ടും സാധിക്കുക. നിഫ്റ്റി സ്മോൾ ക്യാപ്പിന് 0.22% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ നിഫ്റ്റി മിഡ് ക്യാപ്പിന് 47 പോയിന്റുകളുടെ അഥവാ 0.08% നേരിയ നേട്ടത്തോടുകൂടി തന്നെ ക്ലോസിംഗും രേഖപ്പെടുത്തുവാനായി. NSEയുടെ അഡ്വാൻസ് ഡിക്ലൈൻ റേഷ്യോയിലും ആകെ 938 സ്റ്റോക്കുകൾക്ക് മാത്രമേ നേട്ടത്തോടുകൂടിയും അതേസമയം 2048 സ്റ്റോക്കുകൾക്ക് നഷ്ടത്തോടുകൂടിയും ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. ഇറ്റേണൽ ആണ് ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനറായിട്ട് മാറിയത്. 4.25% നേട്ടത്തോടുകൂടി. പുറകെ TCSന് 4.25%, ടെക് മഹീന്ദ്രയ്ക്ക് 3.25%, നെസ്ലെ ഇന്ത്യക്ക് 3%, ഇൻഫോസിസിന് 2.5% നേട്ടം കൈവരിച്ചുകൊണ്ട് നിഫ്റ്റി 50യിലെ ടോപ്പ് ഗെയിനേഴ്സ് ആയിട്ട് മാറിയപ്പോൾ ഹിന്ദുസ്ഥാൻ യൂണിലിവറിന് 7%, ഭാരത് ഇലക്ട്രോണിക്സിന് 4.25%, കോൾ ഇന്ത്യക്ക് 4%, ടാറ്റ കൺസ്യൂമർ പ്രൊഡക്ട്സിന് 2.5%, NTPCക്ക് 2% ഇടിവോടുകൂടി ഇന്ന് നിഫ്റ്റി 50യിലെ ടോപ്പ് ലൂസേഴ്സ് ആയിട്ട് മാറേണ്ടതായിട്ടും വന്നു. US ഡോളറിനെതിരെ ഈ അടുത്ത കാലത്തെ ഏറ്റവും സിംഗിൾ ഡേ പെർഫോമൻസ് ഇന്നലെ കാഴ്ചവെച്ചതിന് ശേഷം ഇന്നും US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപയ്ക്ക് അതിന്റെ നേട്ടം തുടരുവാനായെങ്കിലും നിലനിർത്തുവാനായില്ല. തുടർന്ന് ഇന്നത്തെ നേട്ടങ്ങളൊക്കെ ചോർന്നു പോയിക്കൊണ്ട് ഇന്നലത്തെ ക്ലോസിംഗ് ലെവലിൽ നിന്നും 3 പൈസയുടെ നേട്ടത്തോടുകൂടി 95.86 എന്ന നിലയിൽ ഫ്ലാറ്റ് ആയിട്ട് ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടതായിട്ടും വന്നു. കോഫോജിന്റെ Q1 ഏർണിംഗ്സിൽ മാർക്കറ്റ് എക്സ്പെക്ടേഷൻ ഒന്നും ബീറ്റ് ചെയ്യുവാൻ സാധിച്ചില്ലെങ്കിൽ കൂടിയിട്ടും ഇന്ന് സ്റ്റോക്കിൽ 10% ഉയർച്ച ഇൻട്രാഡേ ബേസിസിൽ അനുഭവപ്പെട്ടു. ഇതിലേക്ക് പ്രധാനമായും നയിച്ചത് കമ്പനി ചൈനയിലേക്ക് വ്യാപിക്കുന്നതിന്റെ ഭാഗമായിട്ട് പുതിയൊരു ശാഖ ചൈനയിൽ ആരംഭിക്കുന്നു എന്നുള്ള വാർത്തകൾ പുറത്തു വന്നതും കൂടാതെ ഇന്ന് ഇന്ത്യൻ IT മേഖലയിൽ അനുഭവപ്പെട്ട ശക്തമായ ഉയർച്ചയും സ്റ്റോക്കിന് ഇന്ന് കരുത്തു പകർന്നു. Q1 ഏർണിംഗ്സിൽ കമ്പനിയുടെ നെറ്റ് പ്രോഫിറ്റിൽ 2 മടങ്ങോളം വർധനവ് രേഖപ്പെടുത്തിയതിനെ തുടർന്ന് TTK പ്രസ്റ്റേജിന്റെ സ്റ്റോക്ക് പ്രൈസിൽ ഇന്ന് 11% ഇൻട്രാഡേ ബേസിസിൽ റാലിയും അനുഭവപ്പെട്ടു. നമുക്കെല്ലാവർക്കും അറിയാം, രജിസ്ട്രേഷൻ പ്രശ്നങ്ങൾ മാർച്ച് ആദ്യത്തോടെ ആരംഭിച്ച് പിന്നീട് ദിനങ്ങൾ തുടരെ കടന്നുപോയപ്പോൾ എസ്പെഷ്യലി കുക്കിംഗ് ഗ്യാസിന്റെയൊക്കെ ലഭ്യതയിൽ ക്ഷാമം നേരിട്ടപ്പോൾ TTK പ്രസ്റ്റേജിന്റെയൊക്കെ സ്റ്റോക്ക് പ്രൈസ് കുതിക്കുന്ന കാഴ്ചകൾ തന്നെയായിരുന്നു കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. എസ്പെഷ്യലി കൺസ്യൂമേഴ്സ് ഒക്കെ ഇൻഡക്ഷൻ കുക്കറിലേക്ക് മാറിയതിനാൽ അതിന്റെ ഒരു പ്രതിഫലനം ഇത്തവണത്തെ Q1 ഏർണിംഗ്സിൽ കമ്പനിക്ക് പ്രതിഫലിപ്പിക്കുവാനുമായി. ഇന്ന് ലോകത്താകമാനം AI-യുടെ മുകളിൽ വന്ന ആശങ്കകളെ തുടർന്ന് ഹിറ്റാച്ചി എനർജി, CG പവർ തുടങ്ങിയ AI റിലേറ്റഡ് സ്റ്റോക്കുകളിൽ 5% ഇടിവും അനുഭവപ്പെട്ടു. ഇനി നമുക്ക് ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ ഇന്നലത്തെ ശക്തമായ നേട്ടത്തിന് ശേഷം എണ്ണയുടെ വിലയിൽ ഇന്ന് ശക്തമായ ഇടിവ് തുടർന്നെങ്കിൽ കൂടിയിട്ടും ഫ്ലാറ്റ് ആയിട്ട് നെഗറ്റീവ് സെന്റിമെന്റ്സോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാൻ ഇടയാക്കിയ കാരണങ്ങൾ എന്തൊക്കെയാണെന്ന് വിശദമായി തന്നെ പരിശോധിക്കാം. ആദ്യമായി തന്നെ ഇന്ന് നമ്മുടെ മാർക്കറ്റിനെ പോസിറ്റീവായിട്ട് സ്വാധീനിച്ച ഘടകങ്ങളും പിന്നീട് പ്രതികൂലമായി സ്വാധീനിച്ച ഘടകങ്ങളും പരിശോധിക്കാം. ഇന്ന് ഗ്ലോബൽ മാർക്കറ്റില് AI മേഖലയിൽ ശക്തമായ ഇടിവാണ് അനുഭവപ്പെടുന്നതും. കാരണം ഇന്നലത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ നമ്മൾ കണ്ടിരുന്നു, അതായത് US മാർക്കറ്റില് ഗൂഗിളിന്റെ പാരന്റ് കമ്പനിയായ ആൽഫബറ്റിന്റെ ക്വാർട്ടർലി ഏർണിംഗ്സിൽ AI സ്പെൻഡിങ്ങുകളുടെ മുകളിൽ ഉയർത്തിയ ആശങ്കകൾ ഇനി US മാർക്കറ്റില് Q2 ഏർണിംഗ്സുകൾ പ്രസിദ്ധീകരിക്കാനിരിക്കുന്ന ബിഗ് ടെക് ഫേമുകളുടെ AI സ്പെൻഡിങ്ങിലുള്ള ആശങ്കകൾ വർദ്ധിച്ചതിനാൽ തന്നെ ഇന്നലെ US മാർക്കറ്റിൽ അനുഭവപ്പെട്ട പ്രഷർ ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിലും ശക്തമായ തോതിൽ പ്രകടമാകുന്ന കാഴ്ചകളുമാണ് കാണുവാനായിട്ടും സാധിച്ചിരുന്നതെങ്കിൽ ഇന്നത് ഇന്ത്യൻ IT മേഖലയെ നേരെ വിപരീതമായിട്ട് സ്വാധീനിക്കുകയും ചെയ്തു. കാരണം ഏകദേശം 2
വർഷത്തിലേറെ കാലമായി ഇന്ത്യൻ IT മേഖലയ്ക്ക് കാര്യമായ പെർഫോമൻസ് നടത്തുവാനും സാധിച്ചിരുന്നില്ല. ലോകത്തിലേക്ക് AI അതിശക്തമായ കടന്നുവരവിനെ തുടർന്ന് പരമ്പരാഗത IT മേഖലയായ ഇന്ത്യൻ IT മേഖലയ്ക്ക് മുരടിച്ച മാത്രമല്ല ശക്തമായ ഇടിവ് നേരിടേണ്ടതായിട്ട് വന്നു. എസ്പെഷ്യലി IT സ്റ്റോക്സുകളിലൊക്കെ ഇൻവെസ്റ്റ് ചെയ്തവർക്കറിയാം, ഏകദേശം 2 വർഷങ്ങൾ കൊണ്ട് പല സ്റ്റോക്കുകളും അവയുടെ ഏറ്റവും ഹൈയിൽ നിന്ന് പകുതിയോളം നേട്ടങ്ങളും ചോർന്നു പോയൊരവസ്ഥയിലാണ് ഏതാനും ആഴ്ചകൾക്ക് മുന്നേ വരെ ഇന്ത്യൻ ഹെവി IT സ്റ്റോക്കുകൾ നിലനിന്നിരുന്നതും. എന്നാൽ AI മേഖല ഓവർ സാച്ചുറേറ്റഡ് ആയതോടുകൂടി കൂടാതെ നമ്മൾ കണ്ടിരുന്നു 2 മാസത്തിലേറെ കാലമായി ലോകത്താകമാനം AI മേഖലയിൽ പ്രോഫിറ്റ് ബുക്കിംഗും വളരെ പ്രകടമായിരുന്നു. എങ്കിലും ആ സമയത്തും ഇന്ത്യൻ IT മേഖല പുറകോട്ട് പോകുന്ന കാഴ്ചയായിരുന്നു കാണുവാനായിട്ട് സാധിച്ചിരുന്നത്. എന്നാൽ ഇന്നലെ നമ്മൾ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു, ഇന്നലെയും ഇന്ത്യൻ IT മേഖലയ്ക്ക് ശക്തമായ പ്രകടനമായിരുന്നു കാഴ്ചവെക്കുവാനുമായിരുന്നത്. അതിലേക്ക് പ്രധാനമായും നയിച്ചത് 2 ഘടകങ്ങളായിരുന്നു. അവ എന്തൊക്കെയാണെന്ന് ഇന്നലത്തെ പോസ്റ്റ് മാർക്കറ്റ് റിപ്പോർട്ട്സിൽ സ്പെസിഫിക് ആയിട്ട് തന്നെ മെൻഷൻ ചെയ്തതുകൊണ്ട് വീണ്ടും എടുത്ത് ആവർത്തിക്കുന്നില്ല. കൂടാതെ ഇന്ന് ഇന്ത്യൻ IT മേഖലയിൽ ശക്തമായ വാല്യൂ ബൈയിങ്ങും പ്രകടമായിരുന്നു. നിഫ്റ്റി ITക്ക് 3.32% അഥവാ 976 പോയിന്റുകളുടെ നേട്ടത്തോടുകൂടി ഇന്ന് ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനും സാധിച്ചു. വെള്ളിയാഴ്ച 2%-ലേറെയും ഇന്നലെ 10%-ലേറെയും ഇടിവ് രേഖപ്പെടുത്തിയ എണ്ണയുടെ വിലയിൽ ഇന്ന് 2%-ഓളം ഇടിവ് രേഖപ്പെടുത്തിയതും ഇന്ന് ഗ്ലോബൽ മാർക്കറ്റിന് എന്ന പോലെ തന്നെ ഇന്ത്യൻ മാർക്കറ്റിനും ഗുണം ചെയ്തു. കൂടാതെ തുടർച്ചയായി ഇന്നലെ രാത്രിയിലും US-ഉം ഇറാനും തമ്മിൽ പരസ്പര ധാരണയോടുകൂടി തന്നെ താൽക്കാലികമായിട്ടുള്ള പോസ് തുടർന്നതും മറ്റുള്ള ആക്രമണങ്ങളോ പ്രത്യാക്രമണങ്ങളോ വരാത്തതിനാൽ ജിയോ പൊളിറ്റിക്കൽ ആശങ്കകൾക്ക് നേരിയ തോതിലാണെങ്കിലും അയവ് വന്നുകൊണ്ട് ന്യൂട്രലായിട്ട് നിലനിൽക്കുന്ന സാഹചര്യവും. ഇതിനെല്ലാം പുറമെ ഇന്ന് 28-ാം തീയതി US-ൽ ആരംഭിക്കുന്ന ഫെഡ് മോണിറ്ററി പോളിസി നാളെയും തുടർന്ന് മറ്റന്നാൾ വെളുപ്പിനോടുകൂടി വരാനിരിക്കുന്ന ഫെഡിന്റെ ഇൻട്രസ്റ്റ് റേറ്റ് ഡിസിഷനിൽ ഇൻട്രസ്റ്റ് റേറ്റ് സ്റ്റഡി ആയിട്ട് തന്നെ നിലനിർത്തുമെന്നുള്ള മാർക്കറ്റിന്റെ എക്സ്പെക്ടേഷനും ഇന്ന് ഇന്ത്യൻ മാർക്കറ്റിനെ പിടിച്ചു നിർത്തുന്നതിൽ പ്രധാന പങ്ക് തന്നെ വഹിക്കുകയും ചെയ്തു. ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ ഇന്ത്യൻ രൂപയ്ക്ക് US ഡോളറിനെതിരെ നേട്ടം കൈവരിക്കുവാനായെങ്കിലും ക്ലോസിംഗ് ബേസിസിൽ അത് നിലനിർത്തുവാനായില്ലെങ്കിൽ കൂടിയിട്ടും ഫ്ലാറ്റ് ആയിട്ടാണെങ്കിലും ഇന്ന് US ഡോളറിനെതിരെ ഇന്ത്യൻ രൂപ ചെറുത്തുനിൽപ്പ് നടത്തിയതും നമ്മുടെ മാർക്കറ്റിന് ഗുണം ചെയ്തു. മാത്രമല്ല ഇന്ന് ഇന്ത്യ വിക്സിലും ഏകദേശം 0.25%-ലേറെ ഇടിവ് രേഖപ്പെടുത്തുകയും ചെയ്തു. എന്നാൽ ഇന്നലെ US മാർക്കറ്റിൽ വലിയ ചാഞ്ചാട്ടമായിരുന്നു. എണ്ണയുടെ വിലയിൽ ശക്തമായ ഇടിവുണ്ടായെങ്കിലും കൂടാതെ US-ഉം ഇറാനുമായിട്ടുള്ള താൽക്കാലിക പോസ് വന്നെങ്കിൽ കൂടിയിട്ടും പ്രശ്നങ്ങൾക്ക്. മാത്രമല്ല ഗ്ലോബൽ മാർക്കറ്റിൽ ഇന്നലെ അനുഭവപ്പെട്ട പോസിറ്റിവിറ്റി ഇന്നലെ US മാർക്കറ്റുകളിൽ അനുഭവപ്പെടാതിരുന്നതും കൂടാതെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സിൽ AI സ്റ്റോക്കുകളുടെ മുകളിലും സ്റ്റീപ്പ് സ്റ്റോക്കുകളുടെ മുകളിലും ഉടലെടുത്ത കനത്ത സെല്ലിംഗ് പ്രഷറിനെ തുടർന്ന് ആകെ ഹോങ്കോങ് മാർക്കറ്റിന് മാത്രമേ നേരിയ നേട്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കുവാനുമായുള്ളൂ. 2 വർഷത്തെ കാലയളവ് കൊണ്ട് AI ചിപ്പ് മേഖലയിലുള്ള കുതിച്ചുചാട്ടത്തെ തുടർന്ന് ശക്തമായ ഉയർച്ച രേഖപ്പെടുത്തിയിരുന്ന കൊറിയൻ മാർക്കറ്റിൽ നിന്ന് 12.25% നഷ്ടത്തോടുകൂടി ട്രേഡിംഗ് അവസാനിപ്പിക്കേണ്ടി വന്നപ്പോൾ ജപ്പാൻ മാർക്കറ്റിന് 4.25%-ലേറെയും ഇടിവ് നേരിട്ടു. അതിനാൽ തന്നെ ഇന്ന് ഏഷ്യൻ മാർക്കറ്റ്സ് അനുഭവപ്പെട്ട ശക്തമായിട്ടുള്ള വീക്ക്നെസ്സും കൂടാതെ ഇന്ന് നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറി ആയിരുന്നതിനാൽ നമ്മൾ ഇന്നത്തെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സിൽ കണ്ടിരുന്നു കോൾ സൈഡില് ട്രേഡേഴ്സിന്റെ ഭാഗത്ത് നിന്നും അഗ്രസീവായിട്ട് തന്നെ ഏറ്റവും കൂടുതൽ ഓപ്പൺ ഇൻട്രസ്റ്റ് 24,000 എന്ന കോൾ സ്ട്രൈക്കിൽ തന്നെയായിരുന്നു ഇന്നലെയും ഇന്നുമായിട്ട് കാണുവാനായിട്ടും സാധിച്ചിരുന്നത്. ആയതിനാൽ തന്നെ ഇന്ന് ഇൻട്രാഡേ ബേസിസിൽ ഈ ലെവൽ നിഫ്റ്റിക്ക് മറികടക്കുവാനായെങ്കിലും ഉടനടി തന്നെ താഴേക്ക് പതിക്കേണ്ടതായിട്ടും വന്നു. അതുകൊണ്ട് തന്നെ നിഫ്റ്റിയുടെ മന്ത്ലി എക്സ്പയറിനോടനുബന്ധിച്ച് അനുഭവപ്പെട്ട വോൾട്ടാലിറ്റിയും ഒരു പരിധിവരെ ഇന്നത്തെ മാർക്കറ്റിന്റെ ഫ്ലാറ്റ് ക്ലോസിംഗിന് കാരണമാവുകയും ചെയ്തു. ഗ്ലോബൽ മാർക്കറ്റിലേക്ക് വന്നു കഴിയുമ്പോൾ US-ലെ ഡോ ജോൺസ് ഫ്യൂച്ചർ 4%-നടുത്ത് അഥവാ 110 പോയിന്റുകളുടെ നേട്ടത്തിലാണ് ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നത്. അതേസമയം 3 യൂറോപ്യൻ മാർക്കറ്റ്സും നേട്ടത്തിൽ തന്നെയാണ് ഇന്ന് വ്യാപാരത്തിൽ തുടരുന്നതും. UK മാർക്കറ്റ് 0.5%-ലേറെയും ഫ്രാൻസ് ജർമ്മൻ മാർക്കറ്റുകൾ 0.5%-നടുത്തും നേട്ടത്തോടുകൂടി തന്നെ ട്രേഡിംഗ് നടത്തിക്കൊണ്ടിരിക്കുന്നു. ബ്രന്റ് ക്രൂഡിന്റെ വിലയിൽ 2.12%-ന്റെയും ക്രൂഡ് ഓയിലിന്റെ വിലയിൽ 1.65%-ന്റെയും ഇടിവാണ് അനുഭവപ്പെടുന്നത്. ബ്രന്റ് ക്രൂഡിന്റെ വില $86.67 per ബാരൽ എന്ന നിലയിലും ക്രൂഡ് ഓയിലിന്റെ വില $81.25 per ബാരൽ എന്ന നിലയിലുമായിട്ടാണ് ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഗോൾഡിന്റെ വിലയിൽ 1.5%-നടുത്ത് അഥവാ $60 ഇടിവ് അനുഭവപ്പെടുന്നുണ്ട്. $4,018 per ഔൺസ് എന്ന നിലയിലായിട്ടാണ് ഗോൾഡിൽ ട്രേഡിംഗ് നടന്നുകൊണ്ടിരിക്കുന്നതും. ഇനി നമുക്ക് ഇന്നത്തെ പ്രധാനപ്പെട്ട സ്റ്റോക്കിംഗ് ന്യൂസുകൾ പരിശോധിക്കാം. മുൻകൂട്ടി ഓർമ്മിപ്പിച്ചുകൊള്ളട്ടെ, ഇത് ഒരു ബൈ ഓർ സെൽ റെക്കമെൻഡേഷൻ അല്ല. ട്രാൻസ് റെയിൽ ലൈറ്റിംഗ് QIP വഴി 600 കോടി രൂപയുടെ ഫണ്ട് സമാഹരണത്തിന് കമ്പനിയുടെ ബോർഡ് അനുമതി നൽകി. കൂടാതെ $3 per ഷെയർ നിലയിൽ ഡിവിഡൻഡും കമ്പനി പ്രഖ്യാപിച്ചു. ദിലീപ് ബിൽഡ്കോൺ ഛത്തീസ്ഗഡ് WRDയിൽ നിന്ന് 2,500 കോടി രൂപയുടെ പുതിയ കരാർ കമ്പനിക്ക് ലഭിച്ചു. HUL
പറയാൻ പോകുന്ന റിസൾട്ടുകളൊക്കെ Q1 കൺസോളിഡേറ്റഡ് ഇയർ ഓൺ ഇയർ ബേസിസിലാണ്. നെറ്റ് പ്രോഫിറ്റില് 3%, റവന്യൂവില് 10%, ഇടിവ് രേഖപ്പെടുത്തി. ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് പ്രോഫിറ്റില് 18%, റവന്യൂവില് 14% വർധനവ് രേഖപ്പെടുത്തി. സുപ്രീം ഇൻഡസ്ട്രീസ് നെറ്റ് പ്രോഫിറ്റില് 38.9%, റവന്യൂവില് 4.2% വർധനവ് രേഖപ്പെടുത്തി. വീൽസ് ഇന്ത്യ നെറ്റ് പ്രോഫിറ്റില് 27.7%, റവന്യൂവില് 17.8% വർധനവ് രേഖപ്പെടുത്തി. വരുൺ ബീവറേജസ് നെറ്റ് പ്രോഫിറ്റില് 15%, റവന്യൂവില് 20.4% വർധനവ് റിപ്പോർട്ട് ചെയ്തു. ഇൻഡോക്കോ റെമഡീസ് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറില് 35.79 കോടി രൂപ ലോസ് റിപ്പോർട്ട് ചെയ്ത കമ്പനി ഇത്തവണ 64.99 കോടി രൂപയുടെ നെറ്റ് പ്രോഫിറ്റ് റിപ്പോർട്ട് ചെയ്തു. റവന്യൂവിലും 6.3% വർധനവും രേഖപ്പെടുത്തി. സുന്ദരം ക്ലേട്ടോൺ ഇത്തവണയും കമ്പനി ലോസ് വർദ്ധിപ്പിച്ചു. അതായത് കഴിഞ്ഞ വർഷം ഇതേ ക്വാർട്ടറിൽ 57.8 കോടി രൂപ നഷ്ടത്തിൽ നിന്നും ഇത്തവണ 59.3 കോടി രൂപയായിട്ട് നെറ്റ് ലോസ് വൈഡൻ ചെയ്തു. എന്നാൽ റവന്യൂവില് 15.6% വർധനവും രേഖപ്പെടുത്തി. സൂസ്ലോൺ നെറ്റ് പ്രോഫിറ്റില് 6% ഇടിവ് രേഖപ്പെടുത്തിയപ്പോൾ റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 22% വർധനവും രേഖപ്പെടുത്തി. അംബുജ സിമെന്റ് നെറ്റ് പ്രോഫിറ്റില് 34%, റവന്യൂവില് 7.5% ഇടിവ് രേഖപ്പെടുത്തി. ചോളമണ്ഡലം ഫൈനാൻസ് നെറ്റ് പ്രോഫിറ്റില് 46%, ഇൻട്രസ്റ്റ് ഇൻകത്തില് 20.9%, റവന്യൂ ഫ്രം ഓപ്പറേഷൻസില് 22.2% വർധനവ് രേഖപ്പെടുത്തി. ഏവർക്കും ശുഭ സായാഹ്നം നേരുന്നു. നാളെ രാവിലെ പ്രീ മാർക്കറ്റ് റിപ്പോർട്ട്സുമായി കണ്ടുമുട്ടാം. നന്ദി, നമസ്കാരം.